സത്യം പറഞ്ഞ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാനം തോന്നുന്നുണ്ട് ഇല്ലേ? ഈ ഒരു സംവിധാനം ആക്കി കഴിഞ്ഞപ്പോ മറ്റത് നമ്മൾ ബക്കറ്റും എടുത്ത് ആൾക്കാരെ മുമ്പ് പോയി ഇങ്ങനെ പിരിവിന് നിൽക്കുമ്പോ അയ്യോ പൊടിഞ്ഞുകൊണ്ടൊരിതാ. ഇത് അന്തസ്സുണ്ട്, സ്കാൻ ചെയ്ത പൈസ വരും. ഇപ്പൊ ആ ജേക്കബിന്റെ വീട്ടിൽ കയറിയില്ലേ, മൂപ്പര് ഒരിക്കലും നമ്മൾ ബക്കറ്റായിട്ട് പോയി കാശ് തരില്ല. പക്ഷെ ഇന്നിപ്പോ വേണ്ട, ചിരിച്ചോണ്ട് അന്തസ്സായിട്ട് കാശ് തരുന്നു. ഇന്നിപ്പോ ഇതൊക്കെയാണ് പോലെ സാജിയെ ചാള നാടനാ. ഞങ്ങള് വീട്ടിൽ പോയിരുന്നു. അതെന്തേ? അപ്പൊ പറഞ്ഞ കവലയിലേക്ക് വന്നു പറഞ്ഞു. ഇത്തിരി മീൻ മേടിക്കാനേ. എന്തായിരുന്നു? ഒരു ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ഇറങ്ങിയതാ. അപ്പോഴും ഉണ്ടത്. പൊതുപ്രവർത്തകർക്ക് അതൊക്കെ അല്ലേ ചെയ്യാനുള്ളൂ. അതെ അതെ അതെ. പ്രാവശ്യം എന്തിന്റെ കുറെ മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുക്കാന്ന് വെച്ചു. വയ്യാത്ത ആൾക്കാരോ? അല്ല, മിണ്ടാപ്രാണികൾ അതായത് കുറച്ച് പറവകളുണ്ടല്ലോ, പറവകൾ. പറവകൾക്കൊരു തണ്ണീർക്കുടം. നമ്മള് പറന്ന് കിടക്കുന്ന കാക്ക, മൈന, തത്ത, പൂച്ച, അപ്പൊ അങ്ങനെയുള്ള പക്ഷികൾക്ക് കുടം മേടിച്ചു കൊടുക്കുക. അല്ലല്ല, വെള്ളം കൊടുക്കുക, കുടത്തിൽ വെള്ളം കൊടുക്കുക. ശരി. എന്നിട്ട് അതിൽ എഴുതി വെക്കും, പറവകളെ നിങ്ങൾക്കുള്ള ദാഹജലം ഇതാ. പറന്നു വന്ന് അവിടെ കാരണം അക്ഷരാഭ്യാസം ഉണ്ടാവുകയും ചെയ്യും, സാക്ഷരതൊക്കെ നേടി. അവർക്ക് അത് അവിടെ വന്ന് കുടിച്ചിട്ട് വെക്കും. അവര് വായിച്ചിട്ട് കുടിക്കും. നടക്കണില്ല. എന്തൊക്കെ നിങ്ങള് കൊടുക്കണേ? ഓരോ ദിവസം ഓരോ മെനു ആണ്. ജ്യൂസ് ഐറ്റംസാ. ജ്യൂസാണ് കൂടുതൽ. ജ്യൂസാ കൊടുക്കണേ. ആപ്പിൾ ഉണ്ട്, മൊസംബി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ദിവസം പാവയ്ക്കും വരും. പാവക്ക ഇഷ്ടാണോ? അല്ല, എല്ലാ വൈറ്റമിനും ഇത് നിങ്ങൾക്ക് ചെല്ലണമല്ലോ ശരീരത്തിലോട്ട്. എന്തായാലും കൊടുക്കല്ലേ ആ നിരക്ക്. മൊത്തത്തിൽ ഇത് കഴിയുമ്പോ ഒന്നും അങ്ങോട്ട് നന്നാവുമല്ലോ. അല്ല പക്ഷികളെ അതെ, പഞ്ചായത്തിൽ ഇങ്ങനെ പറന്ന് നടക്കണം സന്തോഷം കൊണ്ട്. അതെ 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 അതെ, നല്ലൊരു തീരുമാനം തന്നെയാണ്. ഇപ്പൊ അതാണ്. ഇപ്പൊ ഏത് പാർട്ടിയിലാ? ഇപ്പൊ ഏതിനാ? 4-5 പാർട്ടി നിന്നു, ഒന്നും ശരിയല്ല. അല്ല, ഒന്നും അങ്ങനെ സ്ഥിരം നിൽക്കുന്ന അഴിമതി കണ്ട ഞാൻ അപ്പോഴും അങ്ങനെ. ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ തീരുമാനിച്ചു സ്വന്തമായിട്ടൊരു പാർട്ടി. നന്നായി. അങ്ങനെ ഇപ്പൊ മന്മഥൻ യുണൈറ്റഡ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതേമാതിരി മിണ്ടാപ്രാണികളായിട്ടുള്ള ഈ ഉറുമ്പ്, ചീവീട്, പൂമ്പാറ്റ, അങ്ങനെ ആ ജാതി അങ്ങനെയുള്ള ഈ ഉറുമ്പ് ചീവീടിനൊക്കെ ഏത് സമയം വേണേലും നമ്മളെ വീട്ടിൽ വന്ന് കയറി കൂടെ, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ബേക്കറി സാധനങ്ങൾ തിന്നൂടെ? ഈ പറവകൾക്ക് വീട്ടിൽ കയറാൻ പറ്റുമോ? അങ്ങനെ വരാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. വെള്ളം കുടിച്ച് അപ്പം ചാവും. ശരി, അങ്ങനെയാണ് അല്ലേ? അങ്ങനെ എത്തിച്ചു കൊടുക്കുക. സർക്കാരില്ല, നല്ല തീരുമാനം തന്നെയാണ്. അപ്പൊ പഴയ പോലെ ബക്കറ്റൊന്നും നോക്കല്ലോ, അതില്ല. ഹൈടെക്കാണ്. ഇതെന്തായി? ഇതിപ്പോ സ്കാനിങ്, ഗൂഗിൾ പേ. ഇതിപ്പോ എന്റെ നെഞ്ചത്ത് കെട്ടി തൂക്കിയൊക്കെ ഇജപ്പ ATM. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അപ്പൊ ഞാൻ തരാം. ഇങ്ങോട്ട് വായോ. എന്റെ നെഞ്ചിങ്ങോട്ട് കൊണ്ടോ, നെഞ്ചിലേക്ക് അങ്ങോട്ട് ചെല്ലട്ടെ മുതല്. അതെ, ഇതാ മതി. അയച്ചിട്ടോ? അയച്ച് 2000. അതോട്ടെ. എത്ര? 2000 എന്ത്? 2 റുപ്യ. എന്താണ് 2 റുപ്യ? ഒരു തത്തക്കും ഒരു മൈനക്കും എന്റെ വക ഒരു നേരത്തേക്കുള്ള ഭക്ഷണം എടുത്തോളും. മൈനും തത്തക്കല്ലേ വെള്ളം കുടിക്കാൻ എന്തേലും 2 അരിമണി കൊടുക്കണം, അല്ലാണ്ട് എന്താണ് അതൊക്കെ വേണ്ട ജീവിക്കാം. എന്നാ ശരി, വേറെ ആൾക്കാരുണ്ടാക്കാൻ പോയി നോക്കിയോളി. ഇവരെ വീട്ടിൽ കള്ളന്മാര് എല്ലാം കൊള്ളായിട്ടുണ്ട്. പരിചയമുള്ള തത്തയും മൈനൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കും അവറ്റക്ക് കിട്ടിയോന്ന് കേട്ടോ. നിങ്ങൾ വല്ല മരം കൊത്തിയോളെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കും ഞാന് ആമിക്കങ്ങളെ. അങ്ങനെ തെണ്ടി തിന്നാൻ കുറെ എണ്ണം. എന്നാ പറ്റുന്ന തണ്ടല് കിട്ടണം, എന്നാ ഈ നാട് എന്നാവുള്ളൂ. சுப்பிரமணி குடுறா, அதுக்குள்ள டயர் இருக்கா, குடுறா. ₹50,000 என்கிட்ட இருந்து வாங்கினேன். 10 மாசம் ஆச்சு. வட்டி 50,000, மொத்தம் 1 லட்சம் ரூபாய். வட்டிக்கு வட்டி நான் வாங்கல.
நான் மனிதன், அதனால எனக்கு மனுஷத்து இருக்கு, அதனால அது வேணாம். முதலும் வட்டியும் சேர்த்து 1 லட்சம் ரூபாய் எடு. അതെ അണ്ണാ, ഇപ്പൊ ഇന്നത് കംപ്ലീറ്റ് തീർത്തു തരാൻ அதுக்கு தானே வந்தேன், குடு. എനിക്ക് തരാന്ന് പറഞ്ഞ ആള് ഇപ്പൊ ഇന്ന് തന്നില്ല എനിക്ക്. അപ്പൊ അടുത്ത ആഴ്ചത്തേക്ക് ക്ലിയർ ചെയ്യാന്ന് ഓർത്തിട്ട് അടുത്ത ആഴ്ച പ്യാരി എന്നെ ചുമ്മാ എന്നെ പൈത്യം പിടിപ്പിக்க விட வேணாம். நீ വച്ചെടുക്കല്ല ஆள்காரெல்லாம் தெரிஞ்சு போச்சு. நான் மாசம் மாசம் வருമ്പോ எல்லாரும் என்ன கேட்டு சொல்லுது, எங்க காசு கிடைக்கலையா ஊர்ல எல்லாருக்கும் அறியும். நீ എന്റെ കയ്യിൽ നിന്ന് 50,000 രൂപ വാങ്ങി ഇപ്പൊ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ടെന്ന് എല്ലാവർക്കും അറിയും. അണ്ണ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. ഞാൻ പലിശ തന്നിട്ടല്ലേ പൈസ മേടിച്ചു. ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ പൈസ തിരിച്ചു തരുമ്പോ ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ? അയ്യോ, ബഹളം ഉണ്ടാക്കല്ലേനോ? ഞാൻ ബഹളം ഉണ്ടാക്കില്ലല്ലോ. നീ പറഞ്ഞത് അന്ന് മാറി ചെയ്തേർന്നാ ഞാൻ ബഹളം ഉണ്ടാക്കുവോ? നീ എന്റെ കാലിൽ വന്ന് വീണ് കരഞ്ഞു പറഞ്ഞില്ലേ, അച്ഛന് സുഖമില്ല, 50,000 രൂപ താ. നിങ്ങ കടവുള് മാതിരി അപ്പ മാതിരി ദൈവം മാതിരിയുള്ള ചൊല്ലി അഴുതതിനാൽ തന്നെ ഞാൻ കാശ് തന്നത് അല്ലേ? നീ അടുത്ത മാസം തരാന്ന് പറഞ്ഞപ്പോ അച്ഛന് സീരിയസ്, ഞാൻ ഒരു മനുഷ്യൻ, ഞാൻ വാങ്ങാൻ പോണേ. അതിന്റെ പിറ്റത്തെ മാസം ഞാൻ വന്നപ്പോ നിന്റെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചാൽ എനിക്ക് സങ്കടം വരും. എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പോയില്ലേ? പിന്നെ അടുത്ത മാസം ഞാൻ വന്നില്ല. അത് എന്റെ മനുഷ്യത്വം. പിന്നെ ഞാൻ ഓരോ മാസം വരുമ്പോ നീ ഒരാൾ തരാനുണ്ട്, ഒരാൾ തരാനുണ്ട്. ഇത്ര മാസം 8 മാസം കഴിഞ്ഞില്ല, നീ പൈസ തന്നു എനിക്ക്. ഇന്ന് കാശ് തരാതെ സുഗതം പോവില്ല. ഇത്ര നാളത്തെ പരിചയം വെച്ച് சொல்ற, നാളെ ഞാൻ വരും. നാളെ சரி. ഇന്ന് തിങ്കളക്കിഴമ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, 3 നാൾ കഴിച്ച് വ്യാഴാഴ്ച ഞാൻ ഇവിടെ വരും. അന്ന് എനിക്ക് കാശ് കിട്ടണം. അന്ന് കാശ് തരല இந்த സുഗതനാണെന്ന് നീ അറിയും. വന്ന് വണ്ടിയറാ. കാശ് വാങ്ങുമ്പോൾ ഒരു വാക്ക്. മനുഷ്യനെ ஏமாத்தக்கூடாது. வியாழக்கிழமை நான் வந்துருவேன். வண்டி விட்டு നാട്ടുകാർ മൊത്തം കേട്ടാ പോകണം. വ്യാഴാഴ്ച എവിടെ നിന്നെടുത്ത് കൊടുക്കൂടി. അയാൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണെങ്കിൽ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ എന്താ ചെയ്യാതിനെ? ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇത്രയും കാലമായിട്ട് ഞാൻ നിന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടുമില്ല. നീ അളിയനെ വിളിച്ചിട്ട് പറ, എനിക്കൊരു 1 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ചോദിക്കും. വിളിച്ചിരുന്നു ഫോണില്. അപ്പൊ ഇവിടെ കാണുമെന്ന് പറഞ്ഞു. കാര്യം ഞാൻ ഫോണിൽ പറഞ്ഞില്ല, നേരിട്ട് പറയാന്ന് വെച്ചു. അവന്റെ പോക്കറ്റിലെന്താ? മന്മേട്ടാ, എന്തുണ്ട്? ഞാന് വിളിച്ച കാര്യമില്ലേ, അത് ഫോണിൽ പറയണ്ട, നേരിട്ട് വന്ന് പറയാന്ന് വെച്ചു. പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. അല്ല, എനിക്ക് ഇപ്പൊ നിങ്ങൾ വെള്ളം തരാൻ തയ്യാറായോ? ഇല്ലേ? മനുഷ്യന്മാർക്ക് ഇതുപോലെ എവിടെ വേണമെങ്കിലും പോയിച്ച് നമുക്ക് വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ തരും. പക്ഷേ ഇവിടെ പറന്ന് കിടക്കുന്ന പറവകൾ ആരടുത്ത് പോയി വെള്ളം ചോദിക്കും? അവറ്റകൾ എന്ത് ചെയ്യും ദാഹിക്കുമ്പോ? ഈ വേനലിൽ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു പദ്ധതി, പറവകൾക്കൊരു തണ്ണീർക്കുടം നടക്കട്ടെ. നമ്മളെല്ലാ സപ്പോർട്ടും. അത് ഞങ്ങള് ഒരു ചെറിയ നമ്മള് ചെലവില്ലേ വിഹാരി അതിന്. മന്മേട്ട, പൈസ ആയിട്ട് കയ്യിൽ ഒന്നും ഇരിപ്പില്ല. കയ്യിൽ കാശ് വേണ്ട, ഞങ്ങൾക്ക് സ്കാൻ ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. QR കോഡ് ഇതിലോട്ടങ്ങ് ചെയ്താൽ മതി. അക്കൗണ്ടിൽ ആകെ 200 രൂപ എന്താ ചെയ്യണം? ഒരു 100 രൂപ അങ്ങനെ കൊടുക്കും. ഇല്ല, ഇപ്പൊ ചെറുതൊന്നും വലുതൊന്നും അല്ല, നമുക്കിതൊരു തുടക്കം. അക്കൗണ്ടിൽ ആകെ 200 രൂപ ഉള്ളു. ഞാനൊരു 100 രൂപ തരാം. 100? അല്ല പേര് അത് ഒരു അല്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ 100 രൂപ വാങ്ങിക്കും. ചെയ്യണം. ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യാൻ എനിക്കറിയാം. അപ്പൊ 100 ചെയ്തോ വിചാരി. എന്നിട്ടേ കഴിഞ്ഞു. വന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓരോ കവലകളിലും മൺകുടത്തിലാണ് ഈ സംഭവം കൊടുക്കുന്നത്, ജ്യൂസ് കൊടുക്കുന്നത്. അപ്പൊ ഒരു 50 മൺകുടം അത് ഉറപ്പായിട്ടും എന്റെ പൈസ ഒന്ന് ഞാൻ മേടിച്ചു തരാം. നമ്മുടെ പഞ്ചായത്ത് എത്ര കിളികൾക്ക് വേണ്ടിട്ടല്ലേ? അല്ല, നിങ്ങൾ ഈ വെയിലത്ത് ഇതിനു വേണ്ടി ബുദ്ധിമുട്ട് നടക്കണ്ടല്ലോ. വെള്ളം എല്ലാം വേണം. പറവകൾക്ക് വെള്ളം കൊടുക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടിക്കുള്ളൂ. ശരി. അല്ലിപ്പോ വ്യാഴാഴ്ച അണ്ണാച്ചിക്കാര് വെള്ളമല്ല പൈസ എങ്ങനെ കൊടുക്കും? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ വിളിക്കുന്ന? ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. ഒന്ന് ശാന്തര
എന്റെ പൊന്നണികളെ നിങ്ങൾ ഒന്ന് ശാന്തരാകൂ, ഒന്ന് ശാന്തരാകൂ. ഞാനൊന്ന് ചോദിച്ചു. നിങ്ങളെ ഈ പറകൊഴക്കൊരു തണ്ണീത്തറുണ്ടല്ലോ, നാട്ടിൽ നിറച്ച് നടന്നിട്ട് വന്ന കൊരി വെച്ച് ആ ഗൂഗിൾ പേയില് പേയ്മെന്റിന്റെ ഇത് ഏത് അക്കൗണ്ടിലേക്കാ പോയെന്ന് അറിയണം. അതിനാണ് ഒന്ന് ശാന്തരാകൂ, ഞാൻ പറയാം. പറ. നമ്മൾ ഈ ഇതിലൂടെ തന്നെ പൈസകളെല്ലാം പോകുന്നത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാ. പാർട്ടി അക്കൗണ്ട് മെമ്പറുടെ അക്കൗണ്ടല്ലേ? അതെ, പാർട്ടിയുടെ പ്രസിഡന്റ് ഞാനല്ലേ. എല്ലാ പാർട്ടിന്നും മുക്കി വരുന്ന ആളാണ്. എല്ലാ പാർട്ടിന്നും മുക്കിക്കൊണ്ടായിരുന്നു. ഇനി പാർട്ടിയിലേക്ക് ഇവിടുന്ന് മുക്കുന്ന അങ്ങനെ പറയല്ലേ സുധി. പോകാൻ പറ്റില്ല. അവിടെ അഴിമതി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് എനിക്കെതിരെ നിങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാല് ഞാൻ ഈ പാർട്ടിയും വേണ്ടെന്ന് വെച്ച് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. പൈസ മൊത്തം പോയത് ഇതുപോലെ ഈ അക്കൗണ്ടിലേക്കാ. പറയാം. അതായത് നമുക്ക് പിരിഞ്ഞു കിട്ടിയത് നമ്മൾ ഇതിലൂടെ ഉണ്ണിയുടെ നെഞ്ചത്തോടെ കുത്തി വന്ന പൈസ 8000 രൂപ. 8000 രൂപ. അതായത് ആരും ആത്മാർത്ഥമായിട്ടൊന്നും കുത്തിയിട്ടില്ല ഉണ്ണി. എല്ലാരും 5ഉം 10ഉം വെച്ചാണ് ഇതിൽ കുത്തിയത്. ആ പാടെ ഒരു പ്യാരിയാതെ മാത്രമാണ് ഒരു 100 രൂപ. അതാണ് വലിയ തുക. നിങ്ങൾ വിശ്വസിക്കണ്ടേ? പിന്നെ പറയട്ടെ, നമ്മൾ ഈ പറവകൾക്ക് ഈ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പിരിച്ച കൂട്ടത്തിൽ നമ്മളെല്ലാരും കൂടെ വെള്ളം കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്തതെല്ലാം കൂടി 6000 രൂപ മണിയേട്ടന്റെ കടയിൽ കൊടുക്കണം. ഇതാരിത്തിരിക്കാർ തിന്നിനി അതെ അതെ, ഒന്നും പറയരുത്. ഒരു ദിവസം തന്നെ മുട്ട പപ്സ് തിന്നിട്ട് ഉടനെ ചിക്കൻ പപ്സ് വേണം, പിന്നെ വെജിറ്റബിൾ കട്ട്ലറ്റ് കഴിച്ചിട്ട് വേണം മീറ്റ് കട്ട്ലറ്റും കഴിക്കണം. അങ്ങനെ എല്ലാവരും മാറി മാറി എല്ലാരും കഴിച്ചു. പിന്നെ ഈ കഴിച്ചതിന് കണക്ക് പറയണത് എനിക്ക് ഇഷ്ടമല്ല, വൃത്തിയിട്ട കാര്യമാണ് അത്. തിന്നതിന് കണക്ക് പറയണത് നമ്മളെല്ലാരും പൈസന്റെ കണക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഇനി ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് 2000 രൂപ. അതെ, ആ 2000 രൂപ നമുക്കിനി അതിൽ കയറി നമുക്ക് എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. അത് ആ അക്കൗണ്ടാണ് ഫ്രീസ് ആയിക്കണം. രാഘവേട്ട, അത് ഫ്രീസ് ആക്കിക്കണെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കേരള പോലീസ് ആരുമല്ല, ഇത് ഒരു ഓൺലൈൻ തട്ടിപ്പാ. അവര് നമുക്കെതിരെ കേസ് കൊടുത്ത് നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ആക്കും. അപ്പൊ നമ്മൾ ഇയാളെ അന്വേഷിച്ച് ചെല്ലുമല്ലോ, പരാതി കൊടുത്ത ആരാണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ പറയും അവനൊരു തുക ചോദിക്കും. ഇതൊന്നും വിശ്വാസാവുന്ന കാര്യമല്ല. മന്മതേട്ടങ്ങളുടെ പൈസന്റെ കൃത്യമായി കണക്ക് വെക്കണം, ശരിയാവില്ല. എന്താണ് നിങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളിങ്ങനെ പറയാം? ഒരേ കാര്യം ഞാൻ പറയാം, എല്ലാവരും അവിടെ ആയിരുന്നു. ഞാനാണ് ഈ പാർട്ടിയുടെ പ്രസിഡന്റ്. ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ട് നിൽക്കാവുന്നവർക്ക് നിൽക്കാം, അല്ലാത്തവർക്കെതിരെ ഞാൻ പാർട്ടിയിൽ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഇരിക്കുന്നവർക്ക് അല്ലാത്തവർക്ക് ഇറങ്ങി പോവാം. പറവകൾക്ക് ചിരട്ടയിൽ വെള്ളം കൊടുക്കാനുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോവാമോ? എല്ലാവർക്കും സമ്മതമാണോ? സമ്മതമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. പ്രമോദേ, ഇല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു, വേറൊരു നിവർത്തിയില്ലാത്തോണ്ടാ ബുദ്ധിമുട്ടിക്കണേ. അതെനിക്കറിയാം. വേറെ എവിടെന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് വരാൻ സാധിക്കുമോ? ഞാൻ വിളിക്കാം, കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ. ശരി. എന്തായി? പൈസ ഇട്ടിട്ടുണ്ടെന്ന്. പൈസ ഇട്ടാ? സത്യം? നോക്കിയേ. ആണോ? വന്നിട്ടുണ്ടാവും ഇപ്പൊ. മെസ്സേജ് വന്നല്ല. ഞാനേ ആ സുഗതനെ വിളിച്ച് 2 വർത്താനം പറയട്ടെ. എനിക്ക് 2 പറയാന്. ഇപ്പഴാ നിന്റെ ആങ്ങളനെ കൊണ്ടൊരു ഉപകാരം എനിക്കുണ്ടായത്. ഒരാവശ്യത്തിന് അവനെ കാണും. നീ നിന്റെ വീട്ടിലേക്ക് വരണ്ട, നിന്റെ അച്ഛനെയും അമ്മയും അറിയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ വരാത്തത്. നീ നാളെ കൊണ്ടുവന്ന് കാശ് തന്നില്ലേ ഞാൻ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനും അമ്മയോട് പറയുന്ന. നീ നാളെ കൊണ്ടുവന്ന് തരുമോ? ഹലോ, എടാ സുഗത. ആരാണ്? എടാ അണ്ണാച്ചി പ്യാരിയാടാ. പ്യാരിജാതന എന്താ നീ അറിയൂലേ? പ്യാരിജാത എന്നെ ഡാന്ന് വിളിക്കണു. എന്താണ് ഇങ്ങനെ പറയണേ? എടാ നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാനുണ്ടായില്ലേ? ഉണ്ടല്ലോ. എന്താ ഉണ്ടായില്ലേന്ന്? എനിക്ക് തരാനുണ്ടല്ലോ ഇപ്പോഴും. എടാ നിനക്ക് തരാനുണ്ടാ, നീ കേക്കടാ ഞാൻ പറയണത്. നിന്റെ പൈസ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നാളെ വൈകുന്നേരം വന്ന് നീ അത് ഇവിടുന്ന് മേടിച്ചോണ്ട് പോയിക്കൊള്ളാം. നാളെ ഞാൻ വരാം. നാളെ നീ ഇങ്ങോട്ട് വാടാ. നീ എന്നെ ഭാര്യനെ നീ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ ഗതികേട് കൊണ്ട് നിന്നോട് പൈസ വാങ്ങിയാടാ. നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല. എന്തേ നിങ്ങൾ ഇങ്ങനെ പറയണെന്താ? മിണ്ടല്ലടാ നീ പറയണേക്കടാ. ഞാനൊരു കാര്യം പറയാ. അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്റെ പൈസ കൊടുത്തിട്ട് നീ വേണ്ടാത്ത വേഷം കെട്ടിവിടെ കെട്ടിയാല് നിന്റെ കയ്യും കാലും തല്ലി ഓടിക്കും. പാണ്ടി എനിക്ക് രണ്ട് പറയാൻ. നീ വെക്കല്ലടാ നീ നിന്റെ പറയടി. എടാ നീ എവിടെ തണ്ണാച്ചിയാടാ? ഇവിടെ വന്ന് എന്താ തണ്ണാച്ചി എന്നെ പറഞ്ഞിട്ട് പോയത്? ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നീ എനിക്ക് തന്നാടാ. തന്നെ അണ്ണാച്ചി നീ ഇവിടെ വന്ന് ഇമാതിരി പറഞ്ഞാലുണ്ടല്ലോ അടിച്ചതിന്റെ പല്ലി ഞാൻ താഴെ ഇടും. നീയേ തമിഴിലെ മലയാളത്തിലെ നീ തെറി കേട്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ എന്റെ സൈഡിൽ നിൽക്കണം. നീ ഇങ്ങ വാടാ. നിന്റെ പൈസ തന്നിട്ട് വേണം 3-4 വർത്താനം പറയാൻ. നാളെ വരാം. എടാ ഈ ഗതിയില്ലാത്ത എന്നോട് ഇത്രയും പൈസ മേടിച്ച് നീയൊക്കെ തിന്നാലേ നീയും ഭാര്യയും മക്കളും ഒക്കെ തിന്ന ചോറ് തൂറിച്ചാകൂടാ. നീ വായിങ്ങള് നാളെ വരാം. നേരിട്ട് വരാനാ. ഈ പൈസ നീ മേടിച്ചോണ്ട് പോയിക്കോ. നീ നാളെ നീ വായിങ്ങട്. അത് നമ്മളെ ഇന്നലെ ചെന്നില്ലേ, അവിടെ ചെന്നിട്ട് നമ്മൾ ചീത്ത പറഞ്ഞില്ലേ, പേടിച്ചു. കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് നാളെ തരാന്ന് പറഞ്ഞു. ഇപ്പോഴേ ഒരു ആശ്വാസമായി. അവൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതേ നീ വന്നേ ബാങ്കിൽ പോയി ഞാൻ ആ പൈസ എടുത്തോണ്ട് വരട്ടെ. അല്ലെ വേറെ വല്ല ലോൺ അടക്കാനുള്ള ഇതിൽ പിടിച്ചു പോയാല്